ഹായ്. അപ്പോൾ ഇന്നൊരു പ്രത്യേക വീഡിയോ ആണ്. കാരണം ഞങ്ങളുടെ വീട് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങളുടെ വീട് ചിയാരത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറി. ഞങ്ങളുടെ വീട് വില്ലയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഫ്ലാറ്റിലേക്ക് മാറി, അരനാട്ടുകാര ഫ്ലാറ്റിലേക്ക് മാറി. ചിയാരത്തുനിന്ന് അരനാട്ടുകാരയ്ക്ക് ഷിഫ്റ്റായി. അപ്പോൾ നമ്മുടെ ചാക്കോച്ചീനെ പിക്ക് ചെയ്യാൻ അവൻ്റെ ബസ് സ്റ്റോപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറേക്കോട്ടയിൽ വന്ന് വെയിറ്റ് ചെയ്യുക. കേരളവർമ്മ കോളേജിൻ്റെ സ്റ്റോപ്പിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കേരളവർമ്മ കോളേജിൻ്റെ സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു. വരാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ക്രിസ്റ്റീന മിസ്സിനെ വിളിച്ചിരുന്നു. സോ ഫസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പം നമ്മുടെ കുഞ്ഞിയാണെങ്കിൽ അതെ ഏലു നല്ല ഉറക്കമാണ് കേട്ടോ. ഏലു ഉറങ്ങുന്നു. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചാക്കോച്ചിയുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അവിടെ നിന്ന് പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് വരുന്ന സ്പേസാണ്. ഇനി കേരളവർമ്മ കോളേജിൻ്റെ റോഡെന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ. അതിലൂടെ ലെഫ്റ്റ് പോകണം. അവിടെ ഒരു ഹോട്ടലുണ്ട്, മോഹൻ പ്യുവർ വെജ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സൈഡിലൂടെ അങ്ങ് പോകുമ്പോഴാണ് നമ്മുടെ കേരളവർമ്മ കോളേജ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട് ഷിഫ്റ്റായ കാര്യം ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും അപ്ഡേറ്റ് ചെയ്തില്ല. അതിൻ്റെ നല്ല തിരക്കായിരുന്നു. എനിക്കതിൻ്റെ ഒരു വീഡിയോസും, അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നേ. എനിക്ക് കുറച്ച് വീഡിയോയുടെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഒറ്റയടിക്ക് ഒരു പാക്കിങ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കുഞ്ഞിനെയും വെച്ച് കുഞ്ഞിയുണ്ടല്ലോ കൂടെ, ഏലും ഉണ്ട് കൂടെ. അപ്പോൾ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് ഒരാളുണ്ട്, മഞ്ജു എന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാക്ക് ചെയ്യുന്നു, അത് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി ഞാൻ ചിയാരം വീട്ടിൽ നിന്നാണ് വന്ന് ചാക്കോച്ചിനെ പിക്ക് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. എഗെയിൻ നാളെ ചിയാരത്ത് പോയി എഗെയിൻ പാക്കിംഗ് ഇതാണ്. ഇതിന് ശേഷം ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാം. ഒന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടെ കൊണ്ടുപോയി വെക്കുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളാണെങ്കിലും ലാസ്റ്റ് സൺഡേ ആണ് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറിയത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ. നമ്മുടെ ചാക്കോച്ചി വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അവൻ വരുന്നില്ല. വരുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാവേ. കട്ട വെയിറ്റിംഗ് ആണ് ചാക്കോച്ചിക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഷിഫ്റ്റിംഗ് കാരണമാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്ത കേട്ടോ. ഇതൊന്ന് ആയി കഴിയുമ്പോൾ, ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് ഇടാം. അപ്പം നിങ്ങൾ ചോദിക്കും എന്തേ ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോസ് ഇടാത്തതെന്ന്. അതിനെവിടെയാ ടൈം? അതെടുക്കാനുള്ള ടൈം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു ഹോം ടൂർ ഞാൻ ചെയ്യാം. ഓക്കെ. ഇന്ന് ചാക്കോച്ചി സർപ്രൈസിങ് ആയിരിക്കും. അവൻ വിചാരിക്കും ഇന്നെന്താ ഇവിടെ ഇറങ്ങുന്നേ എന്ന് വിചാരിച്ചിരിക്കും അവൻ. സോ നമുക്ക് നോക്കാം അവൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ളത്. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലത്താണ് ഞാൻ കിടക്കുന്നത്. നമ്മുടെ ഏലു ദാണ്ടെ വിജയകരമായി അവളെ എഴുന്നേറ്റു. ഏലു ചാക്കോച്ചി വന്നു. എനിക്ക് അവൻ വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
ഏലു ചാക്കോച്ചി ഇന്ന് ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു. കേരളം പിറവി പ്രമാണിച്ച് ഇന്ന് സ്കൂളിൽ ഇന്നായിരുന്നു അവർക്ക്, ഇന്നലെ ആയിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഇന്ന് സ്കൂളിൽ ട്രഡീഷണൽ ഡ്രസ്സ് ആയിരുന്നു. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നു, മുണ്ടും ജുബയും കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും വീഡിയോയുമായി കാണാം. ബൈ.